ഓ ദിവ്യകാരുണ്യമേ, സന്തോഷത്തോടെ സ്നേഹത്തോടെ ഓ ദിവ്യകാരുണ്യ സ്നേഹം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മൾ ദൈവത്തിൻ്റെ ഒരു സ്വന്തം ദൈവത്തിൻ്റെ മുതൽ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ഞാനെങ്ങനെ പഠിച്ചത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഈ സത്യസന്ധമായി സാക്ഷ്യം പറയുമ്പോൾ ചിലർക്ക് സാന്നിധ്യം കിട്ടും. ഇപ്പം സാക്ഷ്യം രണ്ട് തരമാണ്. ഉടമ്പടിയിലുള്ള സാക്ഷ്യങ്ങൾ, ഉടമ്പടി സാക്ഷ്യം എന്ന് പറയണത് കരിസ്മാറ്റിക് കൺവെൻഷനിൽ വരുന്ന സാക്ഷ്യങ്ങളല്ല. ഉടമ്പടി സാക്ഷ്യത്തിൻ്റെ മെയിൻ സംഭവം സമയത്തിൻ്റെ മേലുള്ള അധികാരവും പിന്നെ എന്താണ് സഞ്ചാരി മാതാവിൻ്റെ സാന്നിധ്യവുമൊക്കെയാണ് ഉടമ്പടിയുടെ തനത് സാക്ഷ്യം. ഇപ്പോൾ ഒരു വ്യക്തി അമ്മയെ കണ്ടു, അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുരേഷ് ഒരു സാക്ഷ്യം പറഞ്ഞു. സുരേഷ് പത്തനംതിട്ടയിൽ നിന്ന്. അപ്പോൾ ആ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എൻ്റെ വിഷയം എന്ന് പറയണത്, എൻ്റെ മക്കൾ കൃപാസനത്തിലോട്ട് വരുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയാറുള്ള അളിഞ്ഞ മോന്ത്യമായിട്ട് വരരുതൊരിക്കലും. ഒക്കത്തില്ലേ, ശരിയാകുക, ഇനിയും വരണ, പുതുക്കിയാലേ നടക്കത്തുള്ള, ഇങ്ങനെയൊക്കെ ഓരോ ഉടായ്പ വർത്തമാനം പറഞ്ഞുകൊണ്ട് ചില അലപലാദികൾ വരും. ഇവരെ ദൈവം ഞാൻ പറഞ്ഞ പോലെ തിരിഞ്ഞുപോലും നോക്കത്തില്ല. കാര്യം ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിനല്ല അവർക്ക് പ്രാധാന്യം. അവർക്ക് അവരുടെ വയറ്റിപ്പിഴപ്പിന് ഇതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ദുരുപയോഗ ക്രിസ്ത്യാനിയാണ് ഈ സാധനം. അപ്പോൾ എപ്പോഴും നമ്മൾ അത് ശ്രദ്ധിക്കണം. ദൈവതിരുസന്നിധിയിലേക്ക് വരുമ്പോൾ നിങ്ങൾ പഞ്ചായത്തിൽ വില്ലേജ് ഓഫീസിൽ കൈക്കിൽ കൊടുക്കാതെ കിട്ടുക, നമുക്ക് വലിയ പരിചയമുള്ളവരുണ്ട്, അവരെ കൊണ്ട് പറയിപ്പിക്കാവുക, ഇങ്ങനെയൊക്കെ അലപരാതി വർത്തമാനം പറഞ്ഞു നടക്കുന്ന കാര്യം കണക്കസ്തേനയില്ലേ, അതുപോലെ നിങ്ങൾ കൃപാസനത്തിൽ വന്നിട്ട് ഒരു കഥയുമില്ല. കാരണം ദൈവത്തിൻ്റെ ആൾക്കാരെ തിരിച്ചറിയാം. അതിന് ജാതിയും മതവും ഒന്നുമില്ല, അതൊരു മനസ്സാണ് ശരിക്കും. അതിപ്പോൾ ഈ സുരേഷിൻ്റെ സാക്ഷ്യം നോക്കിയാൽ മനസ്സിലാവും. സുരേഷിൻ്റെ വിഷയം എന്താ, അദ്ദേഹത്തിൻ്റെ ഉപ്പ് കുറ്റി ഇൻഫെക്ഷനായി, പഴുപ്പ് കയറി. ഉപ്പ് കുറ്റി പഴുപ്പ് കയറിയപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ അത് ആ പഴുത്ത സ്ഥലം, ഉന്തി നിന്ന സ്ഥലം അവർക്ക് ഓപ്പറേഷൻ ചെയ്ത്. അപ്പോൾ ഓപ്പറേഷൻ ചെയ്തെങ്കിലും ഹീലിംഗ് ഇല്ല. പഴുപ്പ് തന്നെ കയറി അകത്തോട്ട് പോവുകയാണ്. പിന്നെ ഒന്നുകൂടി ഓപ്പറേഷൻ ചെയ്ത്, അപ്പോൾ പിന്നെ എന്താ പറയുമ്പോൾ ഒറ്റക്കാല് നടപ്പായപ്പോൾ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ മാറ്റിയവർ ഏറ്റവും നല്ല ആശുപത്രിയിലേക്ക് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ്, ഇനി നിങ്ങൾ കറക്റ്റ് മെഡിക്കൽ സയൻസ് ഫോളോ ചെയ്തില്ലെങ്കിൽ ഈ കാല് മുറിക്കേണ്ടി വരും, അത്രയും മോശമാണ് ഇതിൻ്റെ പഴുപ്പുള്ളിലോട്ട് കയറിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും ഈ 2 ഓപ്പറേഷൻ നടന്നിട്ടും ഈ വിഷയത്തിൻ്റെ അകത്ത് വീണ്ടും കാര്യങ്ങൾ കൂടുതൽ മോശമാകുന്നത് കണ്ടപ്പോഴേ ഈ മനുഷ്യനെ അവിടെ വെച്ചാണ് കൃപാസനം പത്രം കിട്ടണത്. നിങ്ങൾ കൃപാസനം പത്രം എന്ന് പറയുമ്പോൾ ഞാൻ ഉടനെ പറയും, നിങ്ങൾക്കറിയാമല്ലോ, ആദ്യകാലം മുതൽ ദൈവത്തിൻ്റെ ഈ കൈകളിങ്ങനെ നീണ്ടു വരണ കാണുമ്പോൾ പിശാച് പല്ലിളിക്കുമായിരുന്നു ആദ്യം, അല്ലേ? എന്നിട്ട് എന്തുമാത്രം പത്രത്തെക്കുറിച്ച് എന്തുമാത്രം ആക്ഷേപങ്ങളാണ് കേരളത്തിൽ ഇറങ്ങിയത്. അന്ന് 1000 പേരാണ് കൃപാസനം പത്രം
കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് 10,000 പേരാ കൃപാസനം പത്രം കൊടുക്കണത്. എന്താ കാര്യം? അതായത് അനുഭവത്തിൻ്റെ മുമ്പിൽ ആശയങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അത് നിരീശ്വരമായാലും യുക്തിവാദിയുമായാലും. ജനങ്ങൾക്ക് ഉള്ളത് എന്താണ്? ജീവിത പ്രശ്നങ്ങളാണ് ഉള്ളത്. പ്രശ്നങ്ങൾക്ക് യുക്തിവാദങ്ങളൊന്നും പരിഹാരമല്ല, നിരീശ്വരവാദവും പരിഹാരമല്ല. ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഉണ്ടായിട്ടും അത് നമ്മളിലേക്ക് ഈശ്വര ചൈതന്യം വരണമെങ്കിൽ എന്ത് വേണം? അത് വിശ്വാസം മാത്രം പോരാ. വിശ്വാസം മാത്രം പോരാ. ചില ആൾക്കാർക്ക് വിശ്വാസം മാത്രം മതിയെന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. വിശ്വാസം മാത്രം പോരാ. എന്താ കാര്യം? ഇതിൻ്റെ സമ്പൂർണ്ണമായിട്ട് വിശ്വാസത്തിൻ്റെ സത്യസന്ധത നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്ത ഒരു വിഷയത്തിനും നമ്മുടെ കയ്യിൽ നിന്ന് സമയമോ സമ്പത്തോ സൗകര്യമോ സ്വസ്ഥതയോ നഷ്ടപ്പെടാത്ത ഒരു വിശ്വാസം ശരിക്കും പറഞ്ഞ വിശ്വാസം അല്ല, ശരിക്കും ഒരാശയപരമാണ്. വിശ്വാസം എന്ന് പറയുന്നത് തന്നെ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് സ്നേഹമാണ്. ഇപ്പം നിങ്ങൾ ഉടമ്പടി കുറേ വിശ്വാസ പ്രവൃത്തികളൊക്കെ കാണിക്കും. പൊതിച്ചോറും കെട്ടിക്കൊണ്ട് പോകും, വെളുപ്പിന് എഴുന്നേറ്റ് പൊതിച്ചോറുണ്ടാക്കും, അത് നിങ്ങൾ 10 മണിക്ക് മുമ്പ് ആശുപത്രിയിൽ എത്തിക്കും, എല്ലാവർക്കും വിളമ്പിക്കൊടുക്കും. അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ അടിയൊഴുക്കുകളിൽ നിങ്ങളുടെ വിസ പ്രോസസ്സ് ചെയ്ത് വരികയെന്നുള്ളതായിരിക്കും ചിലപ്പോൾ മനസ്സിരിപ്പ്. അതാണ് ഈ സാധനം. അവിടെ സ്നേഹമായിരിക്കത്തില്ല. ഇത് ഈ പൊതിച്ചോറ് കെട്ടൽ കൊണ്ട് കാര്യമൊന്നുമില്ല. അത് രാഷ്ട്രീയക്കാരും നമ്മുടെ അത് കടം മേടി അവരും അതുപോലെയൊക്കെ പരിപാടി ചെയ്ത് അത് വോട്ടിന് വേണ്ടി ചെയ്യണം, ആളെ പിടിക്കാൻ വേണ്ടി. നിങ്ങളത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ IELTS പാസ്സാകാനും അതുപോലെ തന്നെ വസ്തു വിൽക്കാനും വേണ്ടിയാണ് പൊതിച്ചോറ് കെട്ടി പാവത്തിന് കൊടുക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിട്ടല്ല. ശരിക്കും എല്ലാവരും അടിച്ചു മുടക്കി ഇത് പറയുകയല്ല, പക്ഷെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഈസ് ഇറ്റ് ഔട്ട് ഓഫ് പ്യുവർ ലവ്? ഇത് ഞാൻ ചെയ്യുന്നത് ദൈവത്തോടുള്ള നിഷ്കളങ്കമായ സ്നേഹമാണോ അതോ കളങ്കിത സ്നേഹമാണോ? നിങ്ങൾ സ്നേഹം കാണിക്കണമെന്നില്ല എന്നല്ല, എല്ലാവരും സ്നേഹം കാണിക്കുന്നുണ്ട്, ആവശ്യത്തിന് സഹായിക്കുന്നുണ്ട്. പലപ്പോഴും വരുന്നത് കളങ്കിത സ്നേഹമാണ് ഈ കാണിക്കുന്നത്. എന്താ കളങ്കം എന്ന് പറയുന്നത്? നിങ്ങളുടെ ചില വ്യക്തി താല്പര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട്. അതാണ് വിഷയം. നമ്മുടെ മകളെ കെട്ടിക്കുക, കെട്ടിച്ച് വിട്ട മകൾക്ക് പിള്ളേരുണ്ടാകുക, വസ്തു വിറ്റ് മാറുക, ഇതെല്ലാം ഇങ്ങനെയുള്ള പേഴ്സണൽ ഇൻറ്റൻഷൻസ് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു കളങ്കം കയറി വരും. എന്താണ്? വ്യക്തി താല്പര്യം എന്ന് പറഞ്ഞാൽ കളങ്കം കയറി വരും. അപ്പം ദൈവത്തിൻ്റെ താല്പര്യം അല്ലത്. നിങ്ങളുടെ നിത്യവൃത്തി കഴിഞ്ഞു പോകാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒരു അഭ്യാസം പോലെ വരത്തുള്ളൂ. ആത്മാർത്ഥതയില്ലാത്ത വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ മക്കൾ ഇങ്ങനെ ഒരു ട്രാജഡി ഇതിൻ്റെ അകത്തുള്ളത് കാരണം നിങ്ങൾ എന്ത് ചെയ്യണം? അതൊക്കെ ആദ്യ ലെവലിൽ ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. ഞാൻ പണ്ട് നിങ്ങളോട് പറയുമായിരുന്നല്ലോ, ഈ ആദ്യം ഈ പശുവിൻ്റെയും അതുപോലെ തന്നെ ആടിനെയൊക്കെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യ പാല് നാട്ടിൻപുറങ്ങളിൽ ഉടനെ കുടിക്കത്തില്ല. അതൊന്നെങ്കിൽ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കൂ, അല്ലേ? മനുഷ്യന്മാർ കുടിക്കത്തില്ലല്ലോ, അത് ഇല്ല. അതിൻ്റെ അകത്ത് എന്തൊക്കെ കൂടുതൽ ഈ മിനറൽസൊക്കെ ഉള്ളത് കാരണം ചിലപ്പോൾ നമുക്ക് നമ്മുടെ ബോഡിക്കും അത് കുഴപ്പം ചെയ്യും. അത് കാരണം ഒരു 2-3 ഈ പശുവും ആടൊക്കെ പ്രസവിച്ച 2-3 ദിവസം ഇത് കുട്ടികളെ ഒരാഴ്ച കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കത്തുള്ളൂ പശുവിൻ്റെ. അത് കുട്ടിയെ ഉദ്ദേശിച്ചിട്ടല്ല ചെയ്യണത്. കുട്ടിയും എഴുത്ത് കൊടുത്തൊക്കെ വരണം, പക്ഷെ അതല്ല, ആ പാല് കൊള്ളത്തില്ല, നമുക്ക് മനുഷ്യന് കൊള്ളത്തില്ല. അതുകൊണ്ടാണ് എൻ്റെ അപ്പനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ചില പശുവും ആടൊന്നും കുടിക്കത്തില്ല, എന്നാലും കറന്ന് കൊണ്ടേ കുളത്തിലൊഴിക്കും ഒരാഴ്ച മൊത്തം. അത് നമുക്ക് കുടിക്കാൻ കൊള്ളാത്തതാണ്. ഈ മനുഷ്യന്മാർ ചെയ്യുന്ന പ്രവൃത്തികളും ഇതാണ് ഇതുപോലെയാണ്. ആദ്യമൊക്കെ നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ പൊതിച്ചോറ് കെട്ടുകയും 10 പൈസ മനുഷ്യന് കൊടുക്കുകയും ചെയ്യണതെങ്കിലും അതിൻ്റെ ഉള്ളിലെല്ലാം ഈ ഇൻറ്റൻഷനുണ്ട്. എന്താണ്? പ്രൊമോഷൻ കിട്ടുക, PR കിട്ടുക ഉള്ള സംഭവം. ഇതൊക്കെ കുളത്തിലൊഴിച്ച് കളയാനേ പറ്റത്തുള്ളൂ, ദൈവം എടുക്കത്തില്ല.
ഈ സൽപ്രവർത്തികളൊന്നും ദൈവം എടുക്കത്തില്ല. അത് കുളത്തിലൊഴിച്ച് കളയാനേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ കുട്ടിയെ കൊണ്ട് കുടിപ്പിക്കാനേ പറ്റത്തുള്ളൂ. ദൈവം എടുക്കുന്ന കാര്യം അതിൻ്റെ അകത്ത് നിൻ്റെ ഇൻറ്റൻഷൻസ് ഒന്നും വേണ്ട, ഇല്ലാതെ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാകുന്ന കളങ്കരഹിതമായ നിഷ്കളങ്കമായ ലക്ഷ്യങ്ങളായിരിക്കണം. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അമ്മേ, ഈ ആലയത്തിലേക്ക് ഞങ്ങളെ കടന്നു വരാൻ അനുവദിച്ചതിനും അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ നിർത്തിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. 2018 എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തത്. അത് കോവിഡൊക്കെ വന്ന ആ ടൈമിൽ മുടങ്ങിപ്പോയായിരുന്നു. ഞാൻ 2023 ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ഉടമ്പടി എടുത്തു. എൻ്റെ പേര് ഷൈനി മാർട്ടിൻ, ഹസ്ബൻഡിൻ്റെ പേര് മാർട്ടിൻ. ഞങ്ങൾ പായിപ്പാട് ഹരിപ്പാടുള്ളതാണ്. ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ നിയോഗം വെച്ചിരുന്ന ഒരുപാട് ഞങ്ങൾ ഒരു ബേക്കറി നടത്തിയിരുന്നു. ബേക്കറി മൊത്തം പൊട്ടി, കടബാധ്യതയാൽ ഞങ്ങൾക്ക് നിൽക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. താമസിച്ചിരുന്ന വീടും പറമ്പും ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തു. അതിൻ്റെ അഡ്വാൻസ് വാങ്ങിയ ആ പൈസയെല്ലാം നഷ്ടപ്പെട്ടു പോയി. അതിനുശേഷം ലോൺ ഉണ്ടായിരുന്നു, ജപ്തി ഭീഷണിയായി. അങ്ങനെ ഒരു തരത്തിലും നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ കൃപാസനത്തിലേക്ക് കടന്നു വരുന്നതും ഉടമ്പടി എടുക്കുന്നതും. ഒരു മുറിയിൽ താമസിച്ച് കടക്കാരെ കൊണ്ട് ഭയപ്പെട്ട് അവരുടെ മുമ്പിലേക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങൾ ആ ഒരു മുറിയിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുകയായിരുന്നു. ഞങ്ങൾ വീട് ഒരു ഹോസ്പിറ്റലിനാണ് വാടക കൊടുത്തത്. എന്നിട്ട് ഇവിടെ വന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ ഉടമ്പടി എടുത്ത നിയോഗം വെച്ച് ആദ്യത്തെ നിയോഗമായിരുന്ന അമ്മേ, ഞങ്ങൾക്ക് താമസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ഈ ഒരു മുറിയിൽ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. മക്കൾ പഠനത്തിനായിട്ട് പുറത്തായിരിക്കും. അവർ ലീവിന് വരുമ്പോഴൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പം അമ്മേ, താമസിക്കാനുള്ള വീട് തിരിച്ചെടുക്കുവാനായിട്ട് അമ്മേ ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് ഉടമ്പടി നിയോഗം വെച്ചിരുന്നു. 2024 അവർക്ക് കൊടുക്കാനുള്ള പൈസ, അഡ്വാൻസ് വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുത്ത് അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ സമയത്ത് ഞങ്ങൾക്ക് യാതൊരുവിധ ജോലിയോ മറ്റ് മാർഗങ്ങളോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് അമ്മ ഞങ്ങളെ ആ വീട് തിരിച്ച് ഞങ്ങളെ നൽകി അനുഗ്രഹിച്ചത്. അതേപോലെ ജപ്തി വന്നു. ഇവിടെ അച്ഛൻ്റെ അടുത്ത് അച്ഛനെ കാണാൻ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, പേടിക്കണ്ട, ജപ്തി ഒഴിവാക്കിയിട്ടുണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി. ഈ 2025 ഡിസംബറിൽ അതിൻ്റെ പൈസ കൊടുത്ത് ജപ്തിയിൽ നിന്ന് വീട് ഒഴിവായി ആധാരം ഞങ്ങൾക്ക് തിരിച്ച് ഈശോ നൽകി അനുഗ്രഹിച്ചു. അതിന് ഈശോയ്ക്കും നന്ദി, അമ്മ മാതാവിനും നന്ദി. അതേപോലെ ഞാൻ വർഷങ്ങൾ കൊണ്ട് തളർന്നു പോയ അവസ്ഥയായിരുന്നു. കോളറിട്ടുകൊണ്ടാണ് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വന്നിരുന്നത്. എനിക്ക് യാത്ര ചെയ്യുമ്പോഴൊക്കെ കോളറില്ലാതെ നടക്കാൻ പറ്റില്ല. ആ അവസ്ഥയിൽ ഞാനിവിടെ വന്നു. അച്ഛനെ കണ്ടപ്പോഴും ഞാനും കൂടെ കയറി. പക്ഷെ അച്ഛനോട് ഞാൻ ചോദിക്കണമെന്ന് പറഞ്ഞത് എൻ്റെ കോളറിൻ്റെ കാര്യം, എൻ്റെ പെടൽ അച്ഛനോട് പറയണം. ആ ആവശ്യം ഞാൻ ഈശോയുടെ അടുത്ത് പറയാൻ അച്ഛനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ വന്നത്. പക്ഷേ അച്ഛൻ വന്ന് കയ്യോ പ്രാർത്ഥന വന്നപ്പോഴേക്കും ഞാൻ അത് മറന്നുപോയി. എന്നാലും എൻ്റെ ഈശോ, അച്ഛൻ ആ സമയം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഈശോ, ഞാൻ തൈലം പുരട്ടുമായിരുന്നു, ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. ഇപ്പോൾ ഞാൻ 1 മാസമായിട്ട് എൻ്റെ കഴുത്തിൽ കോളറില്ലാതെയാണ് എല്ലാ ജോലിയും ചെയ്യും. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇതുവരെയായിട്ടും അനുഭവപ്പെടുന്നില്ല. ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇവിടത്തോളം വന്നതും കോളറില്ലാതെ എങ്ങനെ ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യും. ഓരോ വ്യക്തികളെയും കണ്ട് അവരോട് വചനം പറയാനും അവരെ കാണാനും ഒക്കെ ഞങ്ങൾ ഒത്തിരി യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥ ഇപ്പോൾ ഞങ്ങൾക്ക് കോളറൊന്നും ഇല്ലാതെ ഈശോ അതിന് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതേപോലെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ഞങ്ങളുടെ ബേക്കറി ആയിരുന്നു. ബേക്കറി നഷ്ടപ്പെട്ടു പോയായിരുന്നു. അപ്പോൾ ഇപ്പോൾ കടകൾക്ക് എണ്ണക്കടികൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ചെറിയ പരിപാടി നടത്തുന്നുണ്ടായിരുന്നു.
ആ എണ്ണ തിളച്ചുകൊണ്ടിരിക്കുന്ന എണ്ണയിൽ അന്ന് ഞാനും എൻ്റെ അമ്മയും 92 വയസ്സുള്ള എൻ്റെ അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. ആ എണ്ണ എൻ്റെ കയ്യിലേക്ക് മറിഞ്ഞു വീണ് മൊത്തത്തിൽ എൻ്റെ കൈ പൊള്ളി. അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, അമ്മ എൻ്റെ കയ്യിൽ എനിക്ക് ആശുപത്രി പോകാൻ യാതൊരു മാർഗ്ഗവും ഇല്ല, എനിക്ക് ഷുഗർ ഉള്ളതാണ്, അമ്മേ കാത്തുകൊള്ളണേന്ന് പറഞ്ഞ് ഉടമ്പടി തൈലം കയ്യിലൊഴിച്ചു. എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് കാണാം, എൻ്റെ കയ്യിൽ യാതൊരു പൊള്ളലും ഇല്ലാതെ അമ്മ എൻ്റെ കൈ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഒരു ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ. ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല, അതിനു വേണ്ടി യാതൊരു മരുന്നും കഴിച്ചില്ല. അമ്മ എന്നെ സൗഖ്യപ്പെടുത്തി. അതേപോലെ ഈശോ ഞങ്ങൾക്ക് ഇവിടെ ഉടമ്പടി നിയമം വെച്ചിരുന്നു, ഉപജീവനത്തിനായിട്ട് ഒരു വാഹനം നൽകി അനുഗ്രഹിക്കണേന്ന്. അപ്പോൾ ഇച്ചായൻ വണ്ടി ഓടിക്കുക, അങ്ങനെ ഒരു വാഹനം നൽകി അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഈശോ ഞങ്ങൾക്ക് 8 സീറ്റുള്ള ഒരു വാഹനം തന്നെ നൽകി അനുഗ്രഹിച്ചു. കുർബാനയ്ക്ക് പോകാൻ കടികളുണ്ടാക്കുന്ന അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. രാവിലെ നിത്യപൂജ കുർബാനയ്ക്ക് പോകാനായിട്ട് വളരെ തടസ്സമായിരുന്നു. രാവിലെ എല്ലാ കടകളിലും നേരത്തെ സാധനങ്ങൾ എത്തിക്കണം. അപ്പോൾ അത് ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി വിഷയത്തിലേക്ക് വന്നു. ഈശോയെ അവിടത്തെ ആണല്ലോ ഞങ്ങൾ അന്വേഷിക്കുന്നത്, ഈശോയെ അവിടത്തെ കൂടാതെ ഞങ്ങൾ എന്ത് നേടിയാലും ഞങ്ങൾക്ക് എന്താണ് ഈശോയെ എന്ന് പ്രാർത്ഥിച്ച് ഈശോയോട് പറഞ്ഞു. അപ്പോൾ ഈശോ വാഹനത്തിന് ഓട്ടം നൽകി. അപ്പോൾ ഞങ്ങൾ ഈ കട കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ആ കടികളുണ്ടാക്കുന്നത് ഉപേക്ഷിച്ചു. ആ ബിസിനസ് അതിൽ ഞങ്ങൾ ഉപേക്ഷിച്ചു. ഇപ്പോൾ ഒരു സർവത്തിൻ്റെ അതാവുമ്പോൾ പള്ളിയിൽ പോകാനും പ്രാർത്ഥനയ്ക്കും മറ്റ് യാതൊരു തടസ്സവും എവിടെ പോകാനും ഒരു തടസ്സം ഇല്ലാത്ത രീതിയിൽ ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. കൃപാസനം പത്രം ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ഹോസ്പിറ്റൽ, വീടുകൾ, ഓട്ടോ സ്റ്റാൻഡ്, അങ്ങനെ എവിടെയൊക്കെ ഞങ്ങൾക്ക് പോയി കൊടുക്കാം. ഈശോ ഞങ്ങളെ തന്നെ കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ കൊടുക്കേണ്ട ആൾക്കാരെ ഈശോ തന്നെയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഞങ്ങൾ ഓരോരുത്തരിലും കൊടുക്കും. വീട്ടിൽ വരുമ്പോഴേക്ക് ഈശോയെ ഞങ്ങൾ പത്രം കൊടുത്ത ഓരോ മക്കളുടെയും ഓരോ ആവശ്യങ്ങൾ ഈശോയെ അവിടെ നിന്ന് കരുണയയക്കണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് കൊടുക്കുന്നതും. വീട്ടിലായിരിക്കുമ്പോഴും എപ്പോഴും കൊടുക്കുന്ന മക്കൾക്കും ഞങ്ങൾ സംസാരിക്കുന്ന മക്കളെ എല്ലാവരെയും ഈശോയ്ക്ക് സമർപ്പിച്ചു കൊടുക്കുക. ഈശോയെ അവരുടെ മേൽ ഇടപെടണേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ അവിടെ നിന്ന് ഞങ്ങളെ ഉപകരണമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈശോയെ പിന്നെ കാരുണ്യ പ്രവൃത്തികളാണെങ്കിൽ ഓരോ അനാഥാലയങ്ങളിൽ ഞങ്ങൾ സന്ദർശിക്കുക, അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അതേപോലെ ദാഹമായിട്ട് വരുന്ന ആൾക്കാർ, ഭിക്ഷയ്ക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ കുടിക്കാനും ഭക്ഷണവും അങ്ങനെയൊക്കെ കൊടുക്കും. ഈശോ വലത് കൈ നിൻ്റെ വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയാതിരിക്കട്ടെ എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്കൊരു സാക്ഷ്യത്തിന് വേണ്ടി മാത്രമാണ് ഞാനിത് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എനിക്കിത് മറ്റുള്ളവരുടെ മുമ്പിൽ പറയാനായിട്ട് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. എന്നാലും മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമാകട്ടെ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിത് നിങ്ങളുടെ മുമ്പിൽ ഇത് പറയുന്നത്. അച്ഛൻ്റെ എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് ഞങ്ങൾ 2 പേരും പങ്കെടുക്കും. മക്കൾക്ക് അത് ഓൺലൈൻ അയച്ചു കൊടുക്കും. മറ്റ് എല്ലാവർക്കും ഞങ്ങൾക്ക് പരിചയമുള്ള എല്ലാ വാട്സാപ്പിലൂടെ എല്ലാ മക്കൾക്കും പരിചയക്കാർക്കൊക്കെ അയച്ച് കൊടുക്കും. എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനം അങ്ങനെ അതെല്ലാം ഞങ്ങൾ ഓൺലൈനിലൂടെ എല്ലാവർക്കും പങ്കുവെക്കും. പിന്നെ ഇനിയുള്ള ജീവിതം മുഴുവൻ നിത്യതയിൽ എത്തുവോളം ഈശോയെ അവിടുത്തെ ഉടമ്പടിയിൽ ജീവിക്കാനും ഉടമ്പടിയിൽ വളരുവാനും ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഓരോ നിമിഷവും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ അവിടുത്തെ പരിശുദ്ധാത്മാവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിനും അവിടുത്തെ പരിശുദ്ധ മാതാവിനും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ നിമിഷം വരെ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും പിതാവേ അങ്ങ് തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ നന്ദി അർപ്പിക്കുന്നു. ആദ്യം തന്നെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതിനു മുന്നേ ഇവിടെ വരുമ്പോൾ ഇവിടെ വന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കും, എന്നായിരിക്കും ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയുക, എന്നാണ് പ്രത്യക്ഷീണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റുക എന്ന്. ഇന്ന് എൻ്റെ അമ്മ മാതാവ് അതിനുള്ള അവസരം എനിക്ക് തന്നു. എൻ്റെ പേര് അനു വിപിൻദാസ്. ഞാനൊരു അക്രൈസ്തവ വിഭാഗത്തിൽ നിന്ന് ഉള്ള ആളാണ്. ഞാൻ വരുന്നത് കോട്ടയം
പാലായിൽ നിന്നാണ്. എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, അതിനു മുന്നേ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2023 ഒക്ടോബർ മാസമാണ്. വരാനുള്ള കാരണം, എന്നോട് എൻ്റെ മമ്മി പറഞ്ഞു, ഇങ്ങനെ കൃപാസനം എന്ന് പറയുന്ന പള്ളിയുണ്ട് ആലപ്പുഴയിൽ, നമുക്കൊന്ന് പോകാം, മാതാവിനെ കാണാം, ഒന്ന് പ്രാർത്ഥിക്കാമെന്ന്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. വന്നു, കണ്ടു, പ്രാർത്ഥിച്ചു, ഞങ്ങൾ തിരിച്ചു പോയി. അതിനുശേഷം 2024 മെയ് മാസം 18-ാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, PSC, അത് ഗവൺമെൻറ് ജോബിലേക്ക് വേണ്ടിയിട്ടുള്ള ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതിൻ്റെ എക്സാം നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള സമയമായിരുന്നു. ഞാൻ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പഠിച്ചിറങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ വന്നു, ഉടമ്പടി എടുക്കാൻ തന്നെ തീരുമാനിച്ചു. മാതാവിനോട് പ്രാർത്ഥിച്ച എൻ്റെ ആദ്യത്തെ സാക്ഷ്യവും അത് തന്നെയായിരുന്നു, നല്ലൊരു റാങ്ക് തരണം, എനിക്ക് ഈ ഒരു അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഗവൺമെൻറ് ജോലി എനിക്ക് നേടിത്തരണമെന്ന്. അങ്ങനെ ഉടമ്പടി എടുത്തു, ഞാൻ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നു ഹോൾ ടിക്കറ്റായിട്ട്. അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാം എന്ന് ഓർത്താണ് വന്നത്. പക്ഷേ വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല, ഒരുപാട് സങ്കടമായി. പക്ഷേ ഞാൻ ആ ഹോൾ ടിക്കറ്റ് വെച്ച് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു റാങ്ക് ഉറപ്പായിട്ടും തന്നെ തരണം. കാരണം ഇനിയിപ്പോൾ ഒരു എക്സാം വിളിക്കുന്നത് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ. എനിക്കിനി അതിനിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ വയ്യ. അപ്പോൾ എനിക്കിതിൽ തന്നെ തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഇതിന് മുന്നേ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണെങ്കിലും എനിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു, ഒരു കോൺഫിഡൻസ് കുറവ്. പഠിക്കുന്നുണ്ട്, പക്ഷേ എന്തെന്നില്ലാത്ത സങ്കടവും, ഡെയിലി കരയാത്ത ഒരു ദിവസം പോലും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ആ ഹോൾ ടിക്കറ്റ് വെച്ച് പ്രാർത്ഥിച്ച് തിരിച്ച് വീട്ടിൽ ചെന്ന് അന്ന് തൊട്ട് എനിക്ക് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് എനിക്ക് വന്നിട്ടില്ല. എന്തെന്നില്ലാത്ത ഒരു കോൺഫിഡൻസ് എനിക്ക് എൻ്റെ മാതാവ് തന്നു. അങ്ങനെ ഏപ്രിൽ 4-ാം തീയതി ഞാൻ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് പോയി. ഉടമ്പടി തൈലം പുരട്ടി, ഞാൻ ഉപ്പ് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. എക്സാമിന് കയറുന്നതിന് മുന്നേ ഞാൻ എക്സാം ഹാളിന് മുന്നിൽ ഞാനത് വിതറി. അതുപോലെ തന്നെ മാതാവിൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അകത്ത് കയറിയിട്ടാണെങ്കിലും ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ഒരുപാട് പ്രാർത്ഥിച്ചാണ് ഞാൻ അതിൻ്റെ അകത്ത് കയറിയത്. ഓരോ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോഴും കൺഫ്യൂഷൻ തോന്നിയാൽ ഞാൻ ഉടനെ മാതാവിനെ വിളിച്ച് ആ കാശുരൂപത്തെ തൊട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആൻസർ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ എനിക്കെൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് റാങ്ക് 38-ാമത്തെ റാങ്ക് തന്ന് മാതാവിനെ അനുഗ്രഹിച്ചു. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച മാർച്ച് 10-ാം തീയതി കോട്ടയം ജില്ലയിൽ തന്നെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു തന്ന എൻ്റെ അമ്മ മാതാവിന് 1000 എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. 1000 നന്ദി ഞാൻ പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു. ലൈഫിൽ ഞാൻ ഒരിക്കലും വണ്ടി കൈകൊണ്ടെടുക്കില്ല, ഓടിക്കില്ല എന്ന് വിചാരിച്ച ആളാണ് ഞാൻ. ഞാൻ ലേണേഴ്സിന് അപ്ലൈ ചെയ്തു, അത് പാസ്സായി. അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഞാൻ പോയി, എനിക്ക് ലൈസൻസ് ലഭിച്ചു. അവിടെയും ഞാൻ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഈ പറയുന്ന തൈലം ഉപയോഗിച്ച് ഞാൻ നെറ്റിയിൽ വരച്ചിട്ടാണ് പോയത്. അവിടെയും ഞാൻ ഉപ്പ് വിതറുകയുണ്ടായി. ഇതെല്ലാം ചെയ്തിട്ടാണ് എനിക്ക് ലൈസൻസ് ലഭിച്ചു. ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചിട്ട് തന്നെയാണ് ഞാൻ ജോലിക്ക് പോകുന്നത് തന്നെ. ഇപ്പം വലിയ പേടിയൊന്നുമില്ല, ഫുൾ കോൺഫിഡൻസോട് കൂടി തന്നെയാണ് വണ്ടി ഓടിക്കുന്നത്. എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് പീരിയഡ്സ് ടൈമിൽ ഭയങ്കര അസഹനീയമായിട്ടുള്ള പെയിനും അതുപോലെ ഇൻറ്റൻസീവായിട്ടുള്ള വോമിറ്റിങ്ങും ഉള്ള ഒരാളായിരുന്നു ഞാൻ. പീരിയഡ്സ് ആയി കഴിഞ്ഞാൽ ബെഡിൽ നിന്ന് ഏക്കുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. കാരണം ബെൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള ദിവസങ്ങളാണ് എനിക്ക് പീരിയഡ്സിൻ്റെ ടൈം എന്ന് പറയുന്നത്. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് എൻഡോമെട്രിയൽ സിസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായി. അതിനുശേഷം ഞാൻ അമ്മ മാതാവിൻ്റെ തൈലം വെച്ച് എന്നും സായാഹ്ന പ്രാർത്ഥനയ്ക്കാണെങ്കിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്താണെങ്കിലും ഞാൻ ഉടമ്പടി തൈലം വയറിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എനിക്കിപ്പം വേദന കുറവുണ്ട്, നല്ല രീതിയിൽ വേദന കുറവുണ്ട്. എനിക്കിപ്പോൾ ഓക്കെയാണ്. എവിടെയെങ്കിലും പീരിയഡ്സിൻ്റെ ടൈം ആണെങ്കിലും എനിക്ക് പോകാനുള്ള ധൈര്യം എനിക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും എൻ്റെ അമ്മ മാതാവ് എനിക്ക് മാറ്റിത്തരും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്, എല്ലാ ചൊവ്വാഴ്ചകളിലെയും അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടാറുണ്ട്. അതുപോലെ തന്നെ യൂട്യൂബിലിടുന്ന സാക്ഷ്യങ്ങൾ ഞാൻ കാണാറുണ്ട്. ബൈബിള് വായിക്കാറുണ്ട്. എക്സാമിൻ്റെ ടൈമിലാണെങ്കിലും ബൈബിള് വായിക്കുന്നതിലൂടെ എനിക്ക്
ഒരുപാട് ഒരു സമാധാനം മനസ്സിന് എനിക്ക് കിട്ടാറുണ്ട്. കൊന്ത ചൊല്ലാറുണ്ട് ഞാൻ. അതുപോലെ തന്നെ എനിക്ക് ആഡോണായിട്ട് കിട്ടിയ ഒരു അനുഗ്രഹം അമ്മ മാതാവ് എനിക്ക് തന്നു. അതെന്താണെന്ന് വെച്ചാൽ LSGD വേറൊരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൽ ഉള്ള പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിൽ ഞാൻ അറ്റൻഡ് ചെയ്യുകയുണ്ടായി. അതിൽ എനിക്ക് റാങ്ക് 22ാമത്തെ റാങ്ക് അമ്മ മാതാവ് എനിക്ക് തന്നു. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2023 നടന്ന അഖണ്ഡ ജപമാല റാലിയിൽ എനിക്ക് പങ്കെടുക്കാൻ അവസരമുണ്ടായി. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഓൾഡ് ഏജ് ഹോമിൽ പറ്റുമ്പോഴൊക്കെ ഫുഡ് അവർക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ലഭിക്കുന്ന പത്രം അത് ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ രോഗികളെ നേരിട്ട് സന്ദർശിച്ച് അവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതിൽ എനിക്കറിയാവുന്ന വചനങ്ങൾ ഞാൻ എപ്പോഴും ആ പത്രത്തിൻ്റെ മുകളിൽ ഞാൻ എഴുതി പ്രാർത്ഥിച്ചിട്ടാണ് അവർക്ക് ഞാൻ കൊടുക്കുന്നത്. ഇപ്പം പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിലും ആവശ്യക്കാരായിട്ടുള്ള പണത്തിന് ആവശ്യമുള്ള ആരെങ്കിലും കണ്ടാൽ എൻ്റെ കയ്യിലുള്ളതുപോലെ ഞാൻ അവർക്ക് അത് കൊടുക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന എൻ്റെ അമ്മ മാതാവിനോടും ഈശോയോടും എനിക്ക് 1000 നന്ദി. അതുപോലെ ഇപ്പോഴുള്ള യുവജനങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഇതുപോലെ ഒരു ആഗ്രഹം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ, എനിക്ക് 23 വയസ്സായതേ ഉള്ളൂ, അപ്പം ഫിനാൻഷ്യലി സെറ്റിൽ ആവണം, ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ ഇവിടെ വന്ന അമ്മ മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുക്കുക. ഉറപ്പായിട്ടും അമ്മ മാതാവ് അത് സാധിച്ചു തരും. നന്ദി.